ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഖക്കുരു ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മുഖക്കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി ആളുകളെ ഫേസ് ചെയ്യാനോ ഒക്കെ മടിയായിരിക്കും. അത് മാറി കിട്ടുന്നവരെ ഒരു സമാധാനവും ഉണ്ടാവില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് മുഖക്കുരു ഉണ്ടാവുന്നവരുണ്ട്. ഒരു പ്രായം വരെ മുഖക്കുരു ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു കുറവ് വരുന്നത്. എന്നാൽ നമ്മൾ ഒരു നല്ലൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരുവൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി വരെ കൃത്യമായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള സ്കിൻ കെയർ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ തന്നെ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മുഖക്കുരുവിൻ്റെ പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലെൻസറാണ് കേട്ടോ. മുഖക്കുരു ഉള്ളവർക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് മുഖം കഴുകി എടുത്താൽ മതി. മുഖക്കുരു മാറിക്കിട്ടാനും പുതിയതായിട്ട് മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഒരു അടിപൊളി ക്ലെൻസറാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്ലെൻസർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ. നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു 3 ഗ്രാമ്പു ഒക്കെ എടുത്താൽ മതി. എന്നാൽ രാവിലെയും അതുപോലെ തന്നെ രാത്രി സമയത്തും നമുക്കിത് വെച്ചിട്ട് വാഷ് ചെയ്യാനുള്ള വെള്ളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാനുള്ള അളവിനുള്ള കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 3 ഗ്രാമ്പു ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കുതിർത്ത് വെക്കേണ്ട തലേ ദിവസമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കേണ്ട തലേ ദിവസം രാത്രി നിങ്ങളിങ്ങനെ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ ചുരുങ്ങിയതൊരു 8 മണിക്കൂറെങ്കിലും നമുക്ക് ഗ്രാമ്പു ഇങ്ങനെ കുതിർത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം റോസ് വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പം റോസാപ്പൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ചെറിയ പൂവിൻ്റെ ഇതൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. സ്കിന്നിന് നല്ല ഗ്ലോ തരാനും മുഖക്കുരു കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു രാത്രി സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ റോസാപ്പൂ ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിത് 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 2 കപ്പ് വെള്ളം 1 കപ്പ് വെള്ളമായി വരുന്ന ആ ഒരു അളവ് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ നമുക്കിതിൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഗ്രാമ്പൂവിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് മുഖക്കുരുവും അതിൻ്റെ പാടുകളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും സ്കിന്നിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ മാത്രമാണ്. അവർക്ക് ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം ഒരു നീറ്റലോ പുകച്ചിലോ ഒക്കെ തോന്നാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് പകുതിയായി വരുന്ന സമയത്ത് നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഞാൻ നഖത്തിലിടുന്ന മൈലാഞ്ചി ഏതാന്ന് കുറേ ആൾ കമൻസിലൂടെ ചോദിക്കാറുണ്ട്. ഇത് ശർക്കര മൈലാഞ്ചിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ 1 പ്രാവശ്യം ഇട്ടപ്പോൾ ഉള്ള സ്റ്റെയിൻ അല്ല, ഞാൻ 2 പ്രാവശ്യം ഇട്ടപ്പോൾ ഉള്ള കളറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ സാധാരണ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ എന്തുപയോഗിച്ചിട്ടാണോ നിങ്ങൾ മുഖം വാഷ് ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യുക. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു വെള്ളം നിങ്ങളുടെ മുഖത്ത്
തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് വെച്ച് ഒന്ന് കഴുകി കൊടുക്കുകയോ ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ സോപ്പ്, ഫേസ് വാഷ് അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട. ഏറ്റവും ലാസ്റ്റാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഒരു വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ 2 നേരം, ദിവസത്തിൽ 2 നേരം നിങ്ങൾ ചെയ്യുക. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് തുടച്ചെടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ വെച്ചിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മുഖക്കുരുവും അതിൻ്റെ പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്ലെൻസർ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ മുഖക്കുരു ഉള്ളവർക്ക് അത് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ലെൻസറാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്